ഞങ്ങൾ ഇപ്പോൾ നെച്ചിയിലാണ്. അവരുടെ രണ്ടാമത്തെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്. അവളുടെ പേര് മൈത്രേയി എന്ന് ആണ്. വധുവിനും വരനും ഒപ്പം എല്ലാ മനോഹര ചടങ്ങുകളോടും കൂടിയ അത്യന്തം മഹത്തായ ഒരു ദിവസം ഞങ്ങൾ അനുഭവിച്ചു. ഇത് ദക്ഷിണേന്ത്യയിലെ കേരള ശൈലിയിലുള്ള അതിമനോഹരമായ ഒരു ഹിന്ദു വിവാഹമായിരുന്നു. രാവിലെ മുഴുവനും യജ്ഞവും വിവിധ പ്രതിജ്ഞകളും വധൂവരന്മാരെ ഉൾപ്പെടുത്തുന്ന നിരവധി ചടങ്ങുകളും ഉണ്ടായിരുന്നു. അവർ മാലകൾ കൈമാറി. വരൻ വധുവിന് ഒരു സാരി നൽകി. നല്ല എത്രയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിക്കും വളരെ പ്രത്യേകമായിരുന്നു. ഒരു വലിയ ഹാളിൽ മനോഹരമായ പ്രഭാത ഭക്ഷണം ഒരുക്കിയിരുന്നു. 1000-ലധികം ആളുകൾ ഈ വിവാഹത്തിൽ പങ്കെടുത്തു. പലരും കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായിരുന്നു. പ്രാദേശികമായ ആളുകൾ, അദ്ദേഹത്തിൻ്റെ സ്കൂൾ സുഹൃത്തുക്കൾ, കുടുംബ സുഹൃത്തുക്കൾ, സർവകലാശാല സുഹൃത്തുക്കൾ, ആയുർവേദ മേഖലയിലെ സഹപ്രവർത്തകർ എന്നിവരുടെ അത്ഭുതകരമായ ഒരു സംഗമമായിരുന്നു അത്. അതു ശരിക്കും അത്ഭുതകരമായിരുന്നു. കൂടാതെ അന്തർദേശീയ അതിഥികളും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു. അത് ശരിക്കും വളരെ പ്രത്യേകമായിരുന്നു. ആകെ കൂടി ഞങ്ങൾ ഒരു അതിമനോഹരമായ ദിവസം ചെലവഴിച്ചു. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഈ അതീവ വിശേഷപ്പെട്ട അവസരം ആഘോഷിക്കുന്നതിനായി സിഡ്നിയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് അതിയായ ബഹുമതിയായിരുന്നു. നിങ്ങളുടെ ആഴത്തിലുള്ള കൃതജ്ഞതയും ആദരവും ഹൃദയത്തിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ പ്രിയ ആത്മീയ ഗുരുവായ ഭഗി ചന്ദ്ര സ്വാമി മതിയുടെ പ്രതിനിധിയായി പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഞങ്ങൾ അഭിമാനിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ അദ്ദേഹത്തിനുമുള്ള ഹൃദയംഗമായ നന്ദിയും അനുഗ്രഹവും അറിയിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട്. ഉന്നതയിലെ അദ്ദേഹത്തിൻ്റെ ദക്ഷിണേന്ത്യയിൽ ആയുർവേദ ചികിത്സാ കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി നിങ്ങൾ നൽകിയ സഹായത്തോടും പിന്തുണയും അദ്ദേഹം അത്യാഹിതം വിലമതിച്ചിരിക്കുമെന്ന് ഞങ്ങൾ അറിയിക്കുന്നു. ഹൃദയംഗമായ നന്ദിയോടും സ്നേഹപൂർവമായ ആശംസകളോടും കൂടി സത്യയും റോബിയും. പുതുമഴ വീണ പോലൊരാൾ അരികിലിരുന്ന രാത്രിയിൽ ഹൃദയമൊരേ